വയനാട് ജില്ലയിലൂടെയുള്ള യാത്രാ വിവരണമാണ് ഇന്നത്തെ വീഡിയോ. പച്ചക്കാടുകൾ, മലനദികൾ, കുളിരുള്ള കാറ്റ് എല്ലാം നമ്മെ സ്വർഗീയ ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. വയനാടിൻ്റെ സൗന്ദര്യം വളരെ അത്ഭുതകരമാണ്. പച്ചയായ കാടുകളും മലകളും കുളിരുള്ള കാലാവസ്ഥയും മഞ്ഞുമൂടിയ കുന്നുകളും വയനാടിൻ്റെ മനോഹാരിതയെ വർണ്ണനാതീതമാക്കുന്നു. ഞങ്ങൾ കോഴിക്കോടുകാർക്ക് വയനാട് എന്നും പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് വയനാട്. വയനാട്ടിൽ ഉണ്ടായ മഹാദുരന്തം വയനാടുകാരെ പോലെ തന്നെ ഞങ്ങൾ കോഴിക്കോടുകാരെയും ദുഃഖത്തിലാഴ്ത്തി. കോഴിക്കോടിൽ നിന്നുള്ള സഹായനിധിയിലേക്ക് ഒരു ഭാഗമാവാൻ എനിക്കും സാധിച്ചു. സഹായമൊക്കെ ശരിയായ കൈകളിൽ എത്തിച്ചേർന്നെന്ന് വിശ്വസിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനു ശേഷം ഞങ്ങളുടെ യാത്ര എന്നൂർ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ്. എന്നൂരിലേക്ക് ജീപ്പ് യാത്രയുണ്ട്. കാട്ടിലൂടെയുള്ള ഈ യാത്ര രസകരമായിരുന്നു. 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. എന്നൂർ വയനാട് ജില്ലയിലെ പകരത്തോട് എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ആദിവാസി പാരമ്പര്യ ഗ്രാമമായി വികസിപ്പിച്ചെടുത്തതാണ്. പ്രധാനമായും പനിയ, കുറുമ, അടിയൻ തുടങ്ങിയ ആദിവാസി ജനതയുടെ സംസ്കാരവും ജീവിതശൈലിയുമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഇവിടെ ഒരു കുന്നിൻ മുകളിലായി കിടക്കുന്ന ചുവപ്പുകൊണ്ട കെട്ടിടങ്ങളും നാടൻ ശൈലിയിലുള്ള പാതകളും തദ്ദേശീയർ നയിക്കുന്ന ഭക്ഷ്യശാലകളും പുതിയൊരു ദൃശ്യാനുഭവം പകരുന്നു. വയനാട്ടിലെ ആ പഴങ്കഥ പോലുള്ള കാടുകളും മലകളും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. പ്രകൃതിയുടെ നെഞ്ചിൽ തങ്ങിയ സ്വപ്നഭൂമിയാണ് ഇത്. പകലിൽ പ്രകൃതിയുടെ മൃദുസംഗീതം, രാത്രിയിൽ നക്ഷത്രങ്ങളുടെ നിശബ്ദ കാഴ്ചകൾ. ഇത് വെറും വിനോദസഞ്ചാര കേന്ദ്രമല്ല, ഒരു ജീവിച്ചിരിക്കുന്ന സംസ്കാരത്തിൻ്റെ വിൻഡോ ആണ്. ആദിവാസി സമൂഹത്തിൻ്റെ ജീവിത രീതി നേരിൽ കാണാനും അതിനെ മാന്യമായി മനസ്സിലാക്കാനും ഇതൊരു നല്ല അവസരമാണ്. സാക്ഷാൽ ഒലക്ക, പണ്ടത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രധാന പങ്ക് വഹിച്ച ഒലക്ക. ഇവിടെ എത്തുമ്പോൾ ആധുനികതയോട് ഒരകലവും സ്വാഭാവികതയോട് ഒരു അടുപ്പവും അനുഭവപ്പെടും. വനം വകുപ്പിൻ്റെ സംരക്ഷണത്തിൽ ഉയരുന്ന ഈ സംരംഭം പരിസ്ഥിതിയും സമുദായവും കൈകൊടുക്കുന്ന ഒരു മാതൃകയുമാണ്. എന്നൂർ സന്ദർശനം തീർച്ചയായും നമ്മുടെ മനസ്സിലേക്കുള്ള ഒരു യാത്രയും വയനാടിൻ്റെ ആത്മാവിലേക്കുള്ള ഒരു കാഴ്ചപ്പാടുമാണ്. ആദിവാസി സംസ്കാരവും പ്രകൃതി സൗന്ദര്യവും ചേർന്നുള്ള ഈ സ്ഥലം സന്ദർശകരെ ഒരു വേറിട്ട അനുഭവത്തിലേക്ക് നയിക്കുന്നു.
ബാണാസുര സാഗർ അണക്കെട്ട് വെള്ളത്തിൻ്റെ അതിശയലോകം. വയനാട്ടിൻ്റെ മനോഹരതയുടെ ഭാഗമായി നിലകൊള്ളുന്ന ഒരു അത്ഭുതം തന്നെയാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കെട്ടിയ അണക്കെട്ടായ ഇത് പതിനഞ്ചാരി പുഴയുടെ ഒഴുക്കിന് നിയന്ത്രണമിട്ട് വയനാട്ടിലെ കൃഷിയും ജലവിതരണവും ഉണർത്തുന്ന ഒരു ജീവൻദായിനിയാണ്. ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാം കൂടെയാണ്. ഭാരതത്തിലെ പ്രധാന ജലസേചന പദ്ധതികളിൽ ഒന്നുമാണ്. മണ്ണ് അണക്കെട്ട് എന്നാൽ മണ്ണ്, കല്ല്, ചെളി, മണൽ തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് കെട്ടിപ്പടുത്തുന്ന ഒരു ജലതടയണയാണ്. പശ്ചാത്തലത്തിൽ കാണുന്ന ബാണാസുര മലയുടെ ദൃശ്യം അതിമനോഹരമാണ്. വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും ജലവിതരണത്തിനും നിർണായകവുമാണ് ബാണാസുര അണക്കെട്ട്. ചുറ്റുമുള്ള പർവ്വതങ്ങളും ചുരങ്ങളുമാണ് ഇതിൻ്റെ ഭംഗിയെ ഇരട്ടിപ്പിക്കുന്നത്. ബോട്ടിംഗ്, ഫോട്ടോഗ്രാഫി, പിക്നിക് എന്നിവയ്ക്കുള്ള മികച്ച സ്ഥലമാണ് ബാണാസുര സാഗർ ഡാം. കുരങ്ങന്മാരുടെ ഇഷ്ടപഴത്തിലൊന്നായ അത്തിപ്പഴം ഇങ്ങനെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ടായിട്ടും ഉപയോഗിക്കാറുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്